ബോസ് മലയാളം സീസൺ 7 വർണ്ണാശ്രമമായ ഗ്രാൻഡ് ലോഞ്ചിങ് ആഘോഷരാവിനെ തിരിതെളിയുന്നു. പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവർ 20 പേർ കടന്നു വരുമ്പോൾ ഇനിയുള്ള 100 ദിവസം ആരൊക്കെ പ്രേക്ഷകരുടെ മനം കവരും നോക്കാം. അത് അറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം ശേഷിക്കെ ബിഗ് ബോസ് വീട്ടിൽ കയറിയ 20 പേർ ആരൊക്കെയെന്നറിയാൻ നിങ്ങളായ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കുന്നത് അല്ലേ? നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മാസ്റ്റർ വിചാരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അത് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് കടക്കാം. 100% ഒഫീഷ്യലായിട്ടുള്ള ഫൈനൽ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ച് വർണ്ണശബ്ദമായ ഗ്രാൻഡ് ലോഞ്ചിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ പോവുകയാണ് അല്ലേ? ഇന്നാണ് നമ്മൾ എന്തിനാണ് നമ്മൾ കാത്തിരുന്നത്? ആ ദിവസം ഇന്നാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വർണ്ണാശ്രവണമായ ഗ്രാൻഡ് ലോഞ്ചിങ് ആഘോഷരാവിനെ തിരിതെളിയാൻ പോവുകയാണ്. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ശേഷിക്കുന്നു. ഞാനായാലും ഇപ്പോൾ ഈ ലോകമെമ്പാടുള്ള പ്രേക്ഷകരായാലും എല്ലാവരും ഒന്നടങ്കം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്രൂപ്പുകൾ തുറന്നു കഴിഞ്ഞാൽ അറിയാം, നമ്മളെല്ലാവരും ഒന്നടങ്കം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് ഒന്ന് വന്നെത്തിയിരുന്നെങ്കിൽ, ആ ബിഗ് ബോസ് ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ, ആ എപ്പിസോഡൊന്ന് തുടങ്ങിയിരുന്നെങ്കിൽ, ആ 7 മണി ഒന്ന് ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല പ്രേക്ഷകരും നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കാരണം അത്രയേറെ വെയിറ്റ് ചെയ്തിരുന്ന ആ സുദിനമാണ് നമ്മുടെ ഇത് മുമ്പിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം ആ സുദിനം നമ്മുടെ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ടതാണോ ആ സുദിനം നമുക്ക് പെട്ടെന്ന് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനായാലും അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 5 മണിയോട് ആയിക്കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം, 2 മണിക്കൂറോളം ശേഷിക്കുന്നുണ്ട്. ആ 2 മണിക്കൂറുകൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? കാരണം എന്തിനാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് തുടങ്ങിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നമ്മുടെ പുതിയ വസന്തം, അതായത് പുതിയൊരു സീസൺ തുടങ്ങുന്നത്, പുതിയൊരു വീട്, നമ്മുടെ ഇപ്രാവശ്യം കിട്ടുന്നത് നമുക്ക് പുതിയൊരു വീടാണ് അല്ലേ? നമ്മുടെ ചെന്നൈ സെറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ പുതിയൊരു വീടൊന്ന് കണ്ടിരുന്നെങ്കിൽ, മത്സരാർത്ഥികളൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം അതിനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മത്സരാർത്ഥികൾ എങ്ങനെയുള്ളവരായിരിക്കും, എങ്ങനെയായിരിക്കും അവർ ഗെയിം കളിക്കുക, നമ്മുടെ ബിഗ് ബോസ് വീട് എങ്ങനെയായിരിക്കും, എങ്ങനെയുള്ള കൺസെപ്റ്റായിരിക്കും ഇപ്രാവശ്യം കൊണ്ടുവരാൻ പോകുന്നത്, എങ്ങനത്തെ ഉള്ള ഗെയിമായിരിക്കും ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പുത്തൻ ഉണർവ്, അതായത് പുത്തൻ വസന്തം, പുതിയൊരു ഫീച്ചറോട് കൂടി, അതായത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഒട്ടനവധി മാറ്റങ്ങളോട് കൂടിയായിരിക്കും ഇപ്രാവശ്യം വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി 2 മണിക്കൂറുകളുടെ ശേഷിപ്പ് മാത്രം ബാക്കി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ മത്സരാർത്ഥികളെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട്. അവരെല്ലാവരും 20 പേരും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ പറ്റുന്നത്. എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസിന് ഓൾറെഡി അവർ കയറി കഴിഞ്ഞു കേട്ടോ. അത് നമുക്ക് ഇന്നത്തെ ലോഞ്ചിങ് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും. അതിലൊരാളില്ല എന്നാണ് അറിയുന്നത്, നമ്മുടെ ദീപക് മോഹൻ ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 പേര് കാണത്തില്ല, 19 പേരെ കാണത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ കോമണേഴ്സ് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് മത്സരാർത്ഥികളെ വിളിക്കുന്ന ക്രമം നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം വിളിക്കാൻ പോകുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് കോമണേഴ്സിനാണ് വിളിക്കുന്നത്. നമ്മുടെ മെയിൽ കോമണറായിട്ടുള്ള നമ്മുടെ അനീഷ് ടിയേനെ ആയിരിക്കും ആദ്യം വേദിയിലോട്ട് ക്ഷണിക്കുക. അതിന് ശേഷമായിരിക്കും ബാക്കി കണ്ടസ്റ്റൻസിന് ക്രമമായിട്ട് വിളിക്കാൻ പോകുന്നത്. ആദ്യം അനീഷ് ടിയെ വരുന്നു കോമണേഴ്സായിട്ട്. ആദ്യം അനീഷ് ടിയെ നമ്മുടെ സ്റ്റേജിലോട്ട് വന്നിട്ട് അനീഷ് ടിയുടെ കാര്യങ്ങളും, അതായത് കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം രണ്ടാമത്തെ കണ്ടസ്റ്റൻസായ അനുമോളെ വിളിക്കും. നമ്മുടെ സ്റ്റാർ മാജിക്കിലെ താരമാണ്. നമ്മുടെ അനുമോളെ വിളിക്കുന്നതായിരിക്കും. പിന്നെ അനുമോളുടെ കാര്യവിശേഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ട് നമ്മുടെ ആര്യൻ കത്തൂരിയെ വിളിക്കാം. ആര്യൻ കത്തൂരി എല്ലാവർക്കും അറിയാത്തവരാരും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മലയാളത്തിലായാലും ഹിന്ദിയിലാണ് പുള്ളിക്കാരൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. എങ്കിലും മലയാളത്തിലും ഒട്ടുമിക്ക ഇതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ആര്യൻ കത്തൂരിയ. ഓക്കെ, അതിന് ശേഷം വിളിക്കാൻ പോകുന്നത് നമ്മുടെ റേഡിയോ രംഗത്തെ
പ്രധാനമായ ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആർജെ മിൻസി ആയിരിക്കും സ്റ്റേജിലോട്ട് വിളിക്കാൻ പോകുന്നത്. അതിനുശേഷം ആർജെ മിൻസിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ കാണിച്ചിട്ട് അഞ്ചാമതായിട്ട് നമ്മുടെ കലാഭവൻ സരികയെ വിളിക്കും. കലാഭവൻ സരികയെ അറിയാത്തവരാരും ഉണ്ടാവില്ല. മിമിക്രി ലോകത്തായാലും കലാകാര രംഗത്തായാലും അഭിനേത്രി രംഗത്തായാലും നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കലാഭവൻ സരികയായിരിക്കും വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ പിന്നണി ഗായകനായ നമ്മുടെ അക്ബർ ഖാനെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ സീസൺ 10 അതായത് സ്റ്റാർ സിംഗർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ 10 ഉണ്ടായിരുന്നു അക്ബർ ഖാൻ. അദ്ദേഹമാണ് വരാൻ പോകുന്നത്, 6ാമതായിട്ട് വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള ആദില നസ്ലിനെയും ഫാത്തിമ നൂറിനെയും സ്റ്റേജിലോട്ട് വിളിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടും വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം 8ാമതായിട്ട് നമ്മുടെ ഫുഡ് ബ്ലോഗറായിട്ടുള്ള നമ്മുടെ ഒനൽ സാബുവിനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. ഒനൽ സാബുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ സീരിയൽ താരം, അതായത് ഗീത ഗോവിന്ദ സീരിയലിലെ ഗീതുവിനെ, അതായത് ബിന്നി സെബാസ്റ്റിനെ ആയിരിക്കും 9ാമതായിട്ട് വിളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും നമ്മുടെ അഭിശ്രീ അതായത് ബിഫോറായിട്ടുള്ള അഭിശ്രീയെ വിളിക്കാൻ പോകുന്നത്. അഭിശ്രീ എന്നാണ് എല്ലാ പേര്, അഭിജിത്ത് എന്നാണ് പേര് കേട്ടോ. അഭിശ്രീ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. അതിനുശേഷം ഫാഷൻ കോറിയോഗ്രാഫറായിട്ടുള്ള നമ്മുടെ ദേവിനെ ആയിരിക്കും വിളിക്കുക. അതിനുശേഷം നമ്മുടെ കോമഡിയൻ, അതായത് കോമഡി രംഗത്ത് മുൻഷി രംഗത്തൊക്കെ ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ രഞ്ജിത്ത് മുൻഷിയെ ആയിരിക്കും വിളിക്കുക. അതിനുശേഷം കണ്ടൻറ് ക്രിയേറ്ററായിട്ടുള്ള അഡ്വക്കേറ്റായിട്ടുള്ള ശൈത്യ സന്തോഷിനെ ആയിരിക്കും വിളിക്കുക. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂവറായിട്ടുള്ള യൂട്യൂബ് രംഗത്തൊക്കെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ശാരിയെ വിളിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ നടൻ ആക്ടറൊക്കെ ആയിട്ടുള്ള അപ്പാനി ശരത്തിനെ വിളിക്കുക. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവറായിട്ടുള്ള നമ്മുടെ രന ഫാത്തിമയെ ആയിരിക്കും പിന്നീട് വിളിക്കുക. അതിനുശേഷം നമ്മുടെ ആക്ടറായിട്ടുള്ള നമ്മുടെ കുങ്കുമപ്പൂവിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഷാനുവിനെ ആയിരിക്കും വിളിക്കുക. അതിനുശേഷം വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഈ പുതിയ കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. ഇത് പുതിയ കണ്ടസ്റ്റൻസ് ആണ്. ബിഗ് ബോസ് മലയാളം ഹിന്ദിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ഹിന്ദിക്കാരിയാണ്. ജിസൽ തന്ത്രാൾ എന്നാണ് പേര് വരുന്നത്, ഈ പുള്ളിക്കാരിയുടെ പേര് വരുന്നത്. അതിന് ശേഷമായിരിക്കും അവസാനമായിട്ടായിരിക്കും നമ്മുടെ സ്റ്റേജിൽ അവസാന കണ്ടസ്റ്റൻസ് ആയിട്ടായിരിക്കും രേണു സുധിയെ വിളിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ രേണു സുധി. അപ്പോൾ രേണു സുധിയാണ് അവസാനമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു കുഞ്ഞാണ്. ഈ കണ്ടസ്റ്റൻസിനെ കയറ്റിവിടുന്ന ആ പ്രോഗ്രസ് അങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലോഞ്ചിങ് എപ്പിസോഡിൽ കാണാൻ സാധിക്കും. പുതിയൊരു വീടാണ് കേട്ടോ പ്രാവശ്യം വരാൻ പോകുന്നത്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് കിട്ടട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 19 പേരാണ് നമ്മുടെ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന മത്സരാർത്ഥികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ 19 പേരായിരിക്കും നമ്മുടെ ഇനിയുള്ള 100 ദിവസം നമ്മൾ വീക്ഷിക്കുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരാൾ മാറിയെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയനായ ദീപക് മോഹനാണ് മാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താ കാര്യം റീസൺ അറിയില്ല. എന്തായാലും അദ്ദേഹം പിന്മാറി എന്നാണ് അറിയുന്നത്. ഇനി ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. അതിന് പകരം വേറെ ആൾ വരുമോ എന്നൊന്നും അറിയുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രയും കാത്തില്ല. ഇനി നമുക്ക് അങ്ങോട്ട് 2 മണിക്കൂർ കൂടി കാത്തിരിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്നത് 1-ാം ദിവസത്തെ റിവ്യൂ ആയിട്ടായിരിക്കും. അതായത് ഈ ഗ്രാൻഡ് ലോഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള, അതായത് നാളെ മുതൽ നമ്മൾ ശരിക്കുള്ള റിവ്യൂ തുടങ്ങാൻ പോവുകയാണ്. ഒരു ദിവസത്തെ റിവ്യൂ ലൈവായാലും ലൈവ് അപ്ഡേറ്റ് ആയാലും ഓരോരോ മണിക്കൂറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാൻ പോകുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.